പി.വി. അൻവറുമായി കൂടിക്കാഴ്ച നടത്തി പ്രശസ്ത നാടക സിനിമാ പ്രവർത്തകൻ നിലമ്പൂർ ആയിഷ. പി.വി. അൻവർ വേട്ടയാടപ്പെടുന്നതിന് സങ്കടമുണ്ടെന്ന് നിലമ്പൂർ ആയിഷ 24 പറഞ്ഞു. നേരിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണെന്നും CPIM സഹയാത്രിക കൂടിയായ നിലമ്പൂർ ആയിഷ പ്രതികരിച്ചു. ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട MLA, ഞങ്ങളുടെ എല്ലാ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു MLA. അങ്ങനെയുള്ള ആ ഒരു MLAയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് വേദനിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ വളരെയധികം വേദന ഉണ്ട്. എന്തിനാണ് ഇത്തരം ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്ന മാതിരി ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. നമ്മൾ ഈ രാഷ്ട്രീയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയധികം ചവിട്ടി അമർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. വിപിൻ സിവിജൻ ഏറ്റവും ഒടുവിൽ വിപിൻ, നിലമ്പൂർ ആയിഷ അൻവറിനെ കാണാൻ വരുന്ന സാഹചര്യം എന്താണ്? ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിലൊക്കെ നിലമ്പൂർ ആയിഷയെ ആദരിച്ചതൊക്കെയാണ്. എല്ലാ കാലവും CPM-നൊപ്പം വോക്കലായി നിന്നിട്ടുള്ളതാണ് ആയിഷ. അൻവറിന് പിന്തുണ കൊടുക്കുകയാണോ ആയിഷ? ആഷ്മി, ഇപ്പോൾ വീട്ടിലെത്തി, ഒതായിലെ പി.വി. അൻവറിന്റെ വീട്ടിലെത്തി നിലമ്പൂർ ആയിഷ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അല്പസമയം മുൻപാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഇപ്പോൾ നിലമ്പൂർ ആയിഷ നമ്മോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഈ പി.വി. അൻവറിന് സംഭവിച്ച ഇന്നത്തെ ഈ അവസ്ഥയിൽ വലിയ സങ്കടമുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട MLA ആയിരുന്നു. എപ്പോൾ കണ്ടാലും എന്ത് സഹായത്തിനും അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങളിൽ, ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെ വല്ലാത്തൊരു വേദനയുണ്ട് എന്നുള്ളതും നിലമ്പൂർ ആയിഷ പറയുകയാണ്. അപ്പോൾ അതൊക്കെ നേരിട്ട് ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് താൻ വന്നത്. തനിക്കിത് സഹിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ്. കാരണം ഇന്നലെ വരെ കൂടെ നിന്ന സഖാക്കൾ വരെ, കാരണം അവർ ഉപയോഗിക്കുന്നത് പി.വി. അൻവറിന് ഒപ്പം തന്നെ നടന്നിട്ടുള്ള സഖാക്കൾ വരെ ഈ തള്ളിപ്പറയുന്നൊരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇങ്ങനൊരു കുഴിയിൽ ചാടിയത് എന്നറിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണ പ്രഖ്യാപനം ഇന്ന് പി.വി. അൻവർ നടത്തിയിരുന്നു. അതുമായി സഹകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് തനിക്കിതേക്കുറിച്ച് ഇപ്പോൾ കൂടുതലായി മനസ്സിലാക്കാനായിട്ടില്ല. കാരണം പുറത്തേക്ക് അധികം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം അതേസമായി സംബന്ധിച്ച് പ്രതികരിക്കാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീട്ടിലെത്തിയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു പിന്തുണയായി തന്നെ കണക്കാക്കാം. അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട MLAക്ക് ഇന്ന് സംഭവിച്ച ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് വേദനയുണ്ട് എന്നുള്ളതും പറയുന്നു. പ്രശസ്ത CPM സഹയാത്രിക കൂടിയാണ് പ്രശസ്ത നാടക പ്രവർത്തകയായിട്ടുള്ള നിലമ്പൂർ ആയിഷ. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2023 CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നയിച്ച ജാഥയിലൊക്കെ അവരെ ആദരിച്ചിരുന്നു. ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പണ്ടുകാലം മുതൽ തന്നെ ഈ നാടകത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കൂടി നാടകം ഉപകരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു ആശയം. ആ രീതിയിൽ തന്നെയായിരുന്നു മുഴുനീളയുള്ള പ്രവർത്തനം. അപ്പോൾ ഈ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കാലത്തും CPM സഹയാത്രികയായി പോയിരുന്ന നിലമ്പൂർ ആയിഷ ഇപ്പോൾ പി.വി. അൻവറിനെ കാണുകയും ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ ചലനമുണ്ടാക്കുന്ന, വളരെ രാഷ്ട്രീയ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഷ്മി, ഓക്കെ. അങ്ങനെ പി.വി. അൻവറിന് പരസ്യ പിന്തുണാ പ്രഖ്യാപനം സ്വന്തം ക്യാമ്പിലുള്ളവരുടെ തന്നെ പരസ്യ പിന്തുണാ പ്രഖ്യാപനം ഉണ്ടാകുമോ, അതിൻ്റെ തുടർച്ച ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം.